കാലാവസ്ഥാ വ്യതിയാനം ഇടുക്കിയിലെ കർഷകർക്ക് വിനിയാവുകയാണ്. ഏലം മേഖലയ്ക്ക് പുറമെ കഴിഞ്ഞ ഓണത്തിന് ഹൈറേഞ്ചുകാരുടെ ഓണാഘോഷത്തിന് നിറം പകർന്ന സേനാപതിയിലെ പൂകൃഷിയും ഇത്തവണത്തെ കാലാവസ്ഥാ മാറ്റത്തിൽ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. കഴിഞ്ഞ വർഷത്തെ കൃഷിയെ അപേക്ഷിച്ച വിളവ് കുറവാണെങ്കിലും ഇത്തവണയും സേനാപതിയിലെ പൂപ്പാടത്തു നിന്നുള്ള പൂക്കൾ മലയാളികളുടെ ഓണാഘോഷത്തിന് നിറം പകർന്നിട്ടുണ്ട്. ഹൈറേഞ്ചിലെ മാറിവന്ന കാലാവസ്ഥ ഇടുക്കിയുടെ സാമ്പത്തിക മേഖലയുടെ നട്ടലായ ഏലം മേഖലയെ മാത്രമല്ല ബാധിച്ചിരിക്കുന്നത്. കാർഷിക മേഖലയിലെ വിവിധ വിളകളെ കാലാവസ്ഥാ വ്യതിയാനം സാരമായി തന്നെ ബാധിച്ചിട്ടുമുണ്ട്. ഓണനാളുകളിൽ പ്രാദേശികമായി കൃഷി നടത്തി രാജകുമാരി, രാജാക്കാട്, സേനാപതി മേഖലകളിലെ അത്തപ്പൂക്കളത്തിന് പൂക്കൾ എത്തിച്ച സേനാപതി സ്വദേശിനി സിന്ധു കണ്ണൻ ഇക്കൊല്ലവും പൂക്കൃഷി നടത്തിയിരുന്നു. പാട്ടത്തിനെടുത്ത സ്ഥലത്ത് നടത്തിയ പൂക്കൃഷി കഴിഞ്ഞ വർഷം വൻ വിജയമായിരുന്നു. തമിഴ്നാട്ടിൽ നിന്നും എത്തുന്ന പൂക്കളെ മാറ്റി നിർത്തി പലരും സേനാപതി പാടത്ത് വിരിഞ്ഞ പൂക്കൾ വാങ്ങിയിരുന്നു. എന്നാൽ ഇത്തവണ പക്ഷേ കാലാവസ്ഥ സിന്ധുവിന് വിനയായി. പ്രധാനമായും ബന്ദിയാണ് സിന്ധു സേനാപതി പാടത്ത് കൃഷി ചെയ്തത്. ഈ ചെടികളിലൊന്നും തന്നെ കാര്യമായി ഇത്തവണ പൂക്കൾ വിരിഞ്ഞതുമില്ല. കൃഷി കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഉത്സാഹത്തോടു കൂടിയാണ് ചെയ്തത്. ജൂൺ മാസത്തിൽ തന്നെ ചെയ്തു. പക്ഷെ തൈ വെച്ച് കഴിഞ്ഞ് 20 ദിവസത്തേക്ക് മഴയില്ലായിരുന്നു. പിന്നെ മൊട്ടിടാൻ പ്രായമായപ്പോഴത്തേക്കും മഴ അധികമായി വന്നു. ആദ്യം ഇലയ്ക്ക് ചീച്ചിലുണ്ടായി, അങ്ങനെ കരിഞ്ഞു. അങ്ങനെ ഈ പ്രാവശ്യത്തെ നമ്മുടെ പൂകൃഷി മോശമായ. തമിഴ്നാട്ടിൽ നിന്നുള്ള പൂക്കളെ വിട്ട് പലരും ഇത്തവണയും സേനാപതിയിലെ പൂപ്പാടം തേടിയെത്തി. ഇവർക്ക് വേണ്ട പൂക്കൾ പരമാവധി നൽകുവാനുള്ള ശ്രമത്തിലാണ് ഈ കർഷക. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ നല്ല ഓർഡർ തന്നെയാണുള്ളത്. അതിന് കൂടുതലാണ് ഈ പ്രാവശ്യം. ഇതിനോടകം തന്നെ മേഖലയിലെ പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെയും സ്വയം സഹായ സംഘങ്ങളുടെ ഓണാഘോഷങ്ങളിലും സേനാപതി പാടത്ത് വിരിഞ്ഞ പൂക്കൾ ഇടം പിടിച്ചു കഴിഞ്ഞു. മലയാളികളുടെ ഓണാഘോഷത്തിന് അന്യസംസ്ഥാനത്തു നിന്നും അമിത വില നൽകി പൂക്കൾ വാങ്ങുന്ന രീതിക്ക് ചെറുതായെങ്കിലും ഒരു മാറ്റം വരുത്തുവാൻ സിന്ധു എന്ന ഈ യുവ കർഷകയ്ക്ക് സാധിച്ചിട്ടുമുണ്ട്. രാജകുമാരിയിൽ നിന്നും KM രഞ്ജിത്ത്, ഇടുക്കി വിഷൻ ന്യൂസ്.